സുഭാഷിതം അവതരിപ്പിക്കുന്നത് റവറന്റ് ഫാദർ വർക്കി ആറ്റുപുറത്ത്. കൗമാര കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. ഒരു കാലത്ത് മുതിർന്നവർ മാത്രം ചെയ്തിരുന്ന പല കുറ്റകൃത്യങ്ങളും ഇപ്പോൾ കൗമാരക്കാരിലേക്കും യുവാക്കളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. കൗമാര കുറ്റകൃത്യങ്ങൾ വ്യാപകവും തീവ്രവുമായിരിക്കുന്നു. അക്രമം, കവർച്ച, കൊലപാതകം, ആത്മഹത്യ, രാഷ്ട്രീയ മത പകപോക്കൽ, സൈബർ കുറ്റകൃത്യങ്ങൾ, ഭീകരപ്രവർത്തനങ്ങൾ, കൊട്ടേഷൻ ഗുണ്ടായിസം, റാഗിംഗ്, മദ്യം, മയക്കുമരുന്ന്, ലൈംഗിക പീഡനങ്ങൾ തുടങ്ങിയ അനേകം കുറ്റകൃത്യങ്ങളിൽ പുതിയ തലമുറ യഥേഷ്ടം വികരിക്കുകയാണ്. കൗമാരക്കാർ സ്വമേധയാ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും മുതിർന്നവർ അവരെ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതുമായ സംഭവങ്ങളുണ്ട്. പ്രതിഭകളും ഭാവിയുടെ വാഗ്ദാനങ്ങളുമായ അനേകം കുട്ടികൾ സ്വയം നശിച്ച് മാതാപിതാക്കളുടെ സർവ്വ പ്രതീക്ഷകളും തകർത്ത് എറിഞ്ഞ് കുടുംബത്തിനും സമൂഹത്തിനും ബാധ്യതയായി ഇന്ന് മാറിയിരിക്കുന്നു. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരിലും പിടിക്കപ്പെടുന്നവരിലും ഏറെയും കൗമാരക്കാരും അഭ്യസ്ത വിദ്യരുമാണെന്നതാണ് നമ്മെ ഏറെ ഭയപ്പെടുത്തുന്നത്. ആരും ജനിക്കുന്നത് കുറ്റവാളിയായല്ല. ജനിതക കാരണങ്ങളാലാണ് മനുഷ്യൻ കുറ്റവാളിയാകുന്നത് എന്ന ചിന്ത തെറ്റാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അങ്ങനെയെങ്കിൽ അവർ കുറ്റവാളികൾ ആകുന്നതിന് കാരണം സമൂഹവും സാഹചര്യങ്ങളുമാണ്. കുട്ടികൾക്ക് കാലിടറാനും വഴുതി വീഴാനും സാധ്യതയുള്ള നിരവധി സാഹചര്യങ്ങൾ സമൂഹത്തിലുണ്ട്. ഇന്ന് അറിവ് നേടാൻ ഒരുപാട് വഴികളുണ്ട്, കഴിവുകൾ വളർത്താൻ ഒരുപാട് വേദികളുണ്ട്. എന്നാൽ നല്ല മനുഷ്യരായി തീരാൻ നമുക്ക് വേണ്ടത്ര സാഹചര്യങ്ങളില്ല. ഇന്നത്തെ കുടുംബ അന്തരീക്ഷം, കലാലയം, സുഹൃത്ത് വലയം, സൈബറിടം, മാധ്യമങ്ങൾ ഇവയൊന്നും കുട്ടികളുടെ ധാർമ്മിക വളർച്ചയ്ക്ക് അനുപേക്ഷണീയമല്ല. കൗമാര കുറ്റകൃത്യങ്ങൾക്ക് ഒരു പ്രധാന കാരണം കുടുംബ തകർച്ചയാണ്. വിദേശ രാജ്യങ്ങളിൽ 2-3 നൂറ്റാണ്ടുകൾ കൊണ്ടുണ്ടായ സാമൂഹ്യ മാറ്റവും കുടുംബ തകർച്ചയുമാണ് നമ്മുടെ നാട്ടിൽ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഉണ്ടായത്. ആർക്കും വേണ്ടാത്ത ജന്മങ്ങളായി കുട്ടികൾ മാറുന്നു. കുടുംബ കലഹങ്ങൾക്കിടയിൽ കിടന്ന് നശിക്കുന്ന ബാല്യങ്ങൾ നിരവധിയാണ്. അവരിൽ കുറേ പേരെങ്കിലും കുറ്റവാളികളായി പരിണമിക്കുന്നു. സാമൂഹിക ജീർണതകളെ താലോലിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളാണിന്ന് ഏറെയും. പ്രേക്ഷകർ ഏറെയുള്ളതുകൊണ്ടാകാം ചാനലുകൾ ഇന്ന് കുറ്റകൃത്യങ്ങളുടെ പിന്നാലെ പരക്കം പായുകയാണ്. ചില മാധ്യമങ്ങളെങ്കിലും സാമൂഹിക മാലിന്യങ്ങളെയും അശ്ലീലങ്ങളെയും വിറ്റ് കാശാക്കുകയാണ്. ഒറ്റപ്പെട്ടതെങ്കിലും സമൂഹത്തിലുണ്ടാകുന്ന നന്മകളും നല്ല മാതൃകളും എടുത്ത് അവതരിപ്പിച്ചെങ്കിലേ കുട്ടികൾക്ക് അതുപോലെയാകാൻ പ്രചോദനമാവുകയുള്ളൂ. തിന്മകൾ ചെയ്യുന്നതും തിന്മകളിൽ അഭിരമിക്കുന്നതും തിന്മ വളരാനേ സഹായിക്കൂ. മറിച്ച് നന്മ വളരണമെങ്കിൽ നന്മ ചെയ്യുകയും ചെയ്യുന്ന നന്മകളെ ശ്രേഷ്ഠ കർമ്മങ്ങളായി ചിത്രീകരിക്കുകയും ചെയ്യണം. രോഗികളില്ലാത്ത ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ഉള്ള രോഗികളെ ചികിത്സിച്ച് ഭേദമാക്കുകയും പുതിയ രോഗം ആർക്കും വരാതെ സൂക്ഷിക്കുകയും ചെയ്യണം. അതുപോലെ കുറ്റവാളികളില്ലാത്ത ഒരു സമൂഹ രൂപീകരണത്തിന് കുറ്റവാളികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും പുതിയ കുറ്റവാളികൾ ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യണം. കുറ്റകൃത്യം ഒഴിവാക്കുന്നതിന് കുറ്റവാളിയെ ചികിത്സിക്കുക മാത്രമല്ല, കുറ്റകൃത്യത്തിന് ഇടയാകുന്ന സാഹചര്യവും അവസ്ഥയും കൂടി പരിഹരിക്കപ്പെടണം. കുറ്റരഹിത സമൂഹ സൃഷ്ടിക്ക് കുറ്റവാളി മാത്രമല്ല, അയാളെ കുറ്റവാളിയാക്കിയ സമൂഹവും ചുറ്റുപാടുകളും കൂടി മാറേണ്ടിയിരിക്കുന്നു. കുറ്റവാളികൾ അവരുടെ കടമ നിർവഹിച്ചില്ല എന്നതിൻ്റെ പേരിൽ സമൂഹം കുറ്റവാളികളോടുള്ള കടമ നിർവഹിക്കാതിരിക്കരുത്. കുറ്റവാളികൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ കുടുംബ അന്തരീക്ഷം, കലാലയ ചുറ്റുപാട്, കൂട്ടുകെട്ട്, ധാർമ്മിക മൂല്യങ്ങൾ, ദൈവഭയം, സത്മാതൃകകൾ, ഊഷ്മളമായ സ്നേഹബന്ധങ്ങൾ, ജാഗ്രത, കൗൺസിലിംഗ്, നല്ല രീതിയിലുള്ള ലൈംഗിക വിദ്യാഭ്യാസം എല്ലാം ആവശ്യമാണ്. വ്യാപകവും തീവ്രവുമായ കുറ്റകൃത്യങ്ങളിലേക്കുള്ള പ്രവേശന കവാടമാണ് കൗമാര കുറ്റകൃത്യങ്ങൾ. ആയതിനാൽ അതൊഴിവാക്കാൻ സമൂഹത്തിൻ്റെ നിതാന്ത ജാഗ്രത ആവശ്യമാണ്. കുട്ടികൾ നന്മയിലും ധാർമ്മികതയിലും വളർന്ന് വരാൻ ഉപകരിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം രൂപപ്പെടണം. സാമൂഹിക പ്രതിബദ്ധതയും ധാർമ്മിക ബോധവുമുള്ള ഒരു പുതിയ തലമുറ സ്ഫുടം ചെയ്യപ്പെടട്ടെ. സുഭാഷിതം അവതരിപ്പിച്ചത് റവറന്റ് ഫാദർ വർക്കി ആറ്റുപുറത്ത്.